ഇതൊരു 1/2 കിലോ ബിരിയാണി അരിയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് അരിയാണ്. ഇതൊരു പാത്രത്തിൽ ഇട്ടിട്ട് വെക്കുക. ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങോട്ട് വെക്കുക. നന്നായിട്ട് കഴുകി വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇട്ട് വെക്കണം. ഈ അടുപ്പിലിട്ട് പാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. ഒരു കറുവാപ്പട്ട, ഒരു 3-4 ഗ്രാമ്പു, ഒരു തക്കോലം, ഒരു 2-3 ഏലക്കായും, ഒരു 15 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഒരു 10-20 കൊച്ചുള്ളി, വലുത് നോക്കി 2 തക്കാളി, ഞാനൊരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കും. ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് അടച്ച് വെച്ച് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. ഒരു ജാർ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ജാറിൻ്റെ അകത്തോട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അരച്ചോണ്ട് ഇപ്പോൾ വരാം. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെക്കാം. ഒരു 3 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. 2 ബേ ലീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വലിയ നമുക്ക് 2 സവോള. ഇത് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നേരത്തെ നമ്മൾ തക്കാളിയൊക്കെ ഇട്ടതാണ് അരച്ച് വെച്ചിരിക്കുന്നത്. എന്നാൽ ഒരു തക്കാളിയുടെ ആവശ്യം കൂടെ ഉണ്ട്. 2-3 പച്ചമുളക് കൂടെ ഞാൻ എടുക്കുകയാണ്. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഇട്ടാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. പൊടികളുടെ ആ പച്ചവെള്ളം അതൊന്ന് മാറണം. അരച്ച് വെച്ചിരിക്കുന്നത് ഈ ഐറ്റങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ളതാണ്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് ഒരു 1/2 കപ്പ് തൈര് ഞാൻ ഒഴിക്കുന്നുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കളറൊക്കെ വരും. ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ അരി എടുത്തിരിക്കുന്ന പാത്രം ഇതായിരുന്നു. ഇതിന് തന്നെ നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിന് ഏകദേശം ഒരു 1.5 പാത്രം വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരല്പസമയം കഴിഞ്ഞ ശേഷം തുറന്നു കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അരി നല്ലപോലെ കുത്തുന്നതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഇനി ഈ അരി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഈ ഗ്രേവിക്കകത്ത് കിടന്നാണ് ഈ അരി വെന്ത് നമ്മുടെ ആ ബിരിയാണി ആകേണ്ടത്. ഇനി ഒന്ന് അടച്ചു വെക്കാം. വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കും. നല്ല ഒരു സത്യം പറഞ്ഞുണ്ട്, ഒരു അപാരമാണോ കൊതിപ്പിക്കുന്ന ടേസ്റ്റായി ഇപ്പം ഈ ഒരു ഐറ്റത്തിന്. നല്ല രുചിയുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഒരുപാട് ബിരിയാണി കഴിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ സംഭവം വെടിക്കെട്ട് ഐറ്റം തന്നെ.